കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. അതേ പ്രിയ മക്കളെ, ഈ ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വരുവാൻ കഴിയാതെ വണ്ണം നാം നിത്യതയ്ക്കുള്ളിൽ മറയുന്ന ആ ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മുടെ നിത്യനായ ദൈവം നിത്യത ഒരുക്കി വച്ചിരിക്കുന്നു. എന്നാൽ നിത്യതയിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന അവകാശവും ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ വിശുദ്ധ ദിവസത്തിലും അല്പസമയം ചിന്തിക്കാധാരമായി സഭാപ്രസംഗി 3-ാം അധ്യായം അതിൻ്റെ 11-ാം വചനം നമുക്ക് വായിക്കാം. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ഇവിടെ നാം വ്യക്തമായി വായിക്കുന്നു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അതേ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആ മനുഷ്യൻ തീരുമാനിക്കണം, തിരഞ്ഞെടുക്കണം ഏത് നിത്യതയാണ് തനിക്ക് വേണ്ടതെന്ന്. നമുക്കറിയാം, നിത്യത എന്ന് പറയുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 46-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കലേക്കും പോകും. നിത്യത രണ്ടുണ്ട്, ഒന്ന് നിത്യദണ്ഡനം, മറ്റൊന്ന് നിത്യജീവൻ. പ്രിയ മക്കളെ, നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാകുന്നു. കാരണം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ എന്ന് പറയുമ്പോൾ എങ്ങും അതിൻ്റെ ലക്ഷണങ്ങൾ അനുദിനം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ജനം ആകാശത്തിൻ്റെ ശക്തി ഇളകുന്നത് കൊണ്ട് ജനം പേടിച്ച് ആമേൻ സ്തോത്രം നിർജീവരായിത്തീരുന്നു എന്ന് യേശു പറഞ്ഞ ലക്ഷണങ്ങൾ ഓരോ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭയത്തോടെ ഭീതിയോടെ ആമേൻ ആകാശത്ത് നോക്കിയ ആമേൻ ഹല്ലേലൂയ ജനങ്ങൾ ആമേൻ സ്തോത്രം അമ്പരന്ന് പോകുന്ന അവസ്ഥ, യുദ്ധങ്ങളും ആമേൻ സ്തോത്രം യുദ്ധശ്രുതികളും കേട്ട് ആമേൻ ജനം കലങ്ങിപ്പോകുന്ന അവസ്ഥ, ഇതൊക്കെയും നമ്മുടെ കർത്താവ് വാതിൽക്കൽ നിൽക്കുന്നു, വാതിൽക്കലായിരിക്കുന്നു എന്ന് നമ്മെ സൂചിപ്പിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കർത്താവിൻ്റെ വരവ് സംഭവിക്കാം. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ആമേൻ സ്തോത്രം യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുന്ന ദൈവമക്കൾക്കൊരു പ്രത്യാശയുണ്ട്. ഈ ഭൂമിയിൽ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാൻ എത്രയും വേഗം വാനമേഘത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, നിന്ദയില്ലാത്ത, അപമാനമില്ലാത്ത, പരിഹാസമില്ലാത്ത ആമേൻ സ്തോത്രം യുദ്ധമില്ലാത്ത, യുദ്ധഭീഷണിയില്ലാത്ത ആ നിത്യരാജ്യത്തിലേക്ക് ചേർക്കുവാൻ കർത്താവ് ആമേൻ സ്തോത്രം വേഗം വരുന്നു എന്ന് നമുക്ക് പ്രത്യാശയുണ്ട്. എന്നാൽ ആ നിത്യദണ്ഡനത്തിലേക്കും നിത്യദണ്ഡനത്തിലേക്ക് ആരാണ് പോകുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നു അതിൻ്റെ 41 മുതലുള്ള വചനങ്ങളെ, പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്നരുളി ചെയ്യും. അതിന് അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും. അവൻ അവരോട്, ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്ക് ആകുന്നു ചെയ്യാഞ്ഞതെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്ങളിലേക്കും പോകും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ ഭാഗം. അത് വിശുദ്ധിയോടെ ജീവിക്കണം, ദൈവഭയത്തോടെ ജീവിക്കണം. ആമേൻ സ്തോത്രം. ആ അധ്യായത്തിൽ തന്നെ മറ്റു 2 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ ഭാഗത്തിൽ ആമേൻ 10 കന്യകമാരുടെ
കാര്യം ഒരുങ്ങിയിരിക്കണം. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. വിളക്കും അതോടുകൂടെ എണ്ണയും നാം ഒരുക്കമുള്ളവരായി ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ എപ്പോഴും ഉണർന്നിരിക്കണം. അല്ലെങ്കിൽ മണവാളൻ വരും, വാതിലടയ്ക്കും. ഹല്ലേലൂയ. ഒരുങ്ങിയിരുന്നവർ ആ നിത്യജീവനിലേക്ക് പോകും എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തെ ഭാഗത്തിൽ ഒരു മനുഷ്യൻ ആമേൻ സ്തോത്രം താലന്തുകളെ വിതരണം ചെയ്യുന്നതും ആമേൻ താലന്തുകളെ നാം വ്യാപാരം ചെയ്യുമ്പോൾ നമുക്ക് ആമേൻ ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. അല്ല എങ്കിൽ ആമേൻ സ്തോത്രം ആ ഇരുട്ടിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളെ നാം പ്രയോജനപ്പെടുത്തണം, വ്യാപാരം ചെയ്യണം. എന്നാൽ മൂന്നാമത്തെ ഭാഗത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഇവർ നിത്യദണ്ഡനത്തിലേക്കും. പ്രിയ ദൈവമക്കളെ, ആമേൻ സ്തോത്രം ഈ ഭൂമിയിൽ ആമേൻ എളിയവരായ ചെറിയവരായവരെ നാം സഹായിക്കണം. നാം അവരെ നമ്മാൽ കഴിയുന്ന വിധത്തിൽ ആമേൻ സ്തോത്രം അവരോട് മനസ്സലിവും ദയയും തോന്നി കർത്താവ് നൽകുന്ന കൃപയ്ക്കനുസരിച്ച് നാം അവരെ ചേർത്ത് പിടിക്കുകയും സഹായിക്കുകയും ആമേൻ സ്തോത്രം അവരെ ചെന്ന് കാണുകയും ഒക്കെ നാം ചെയ്യുമ്പോൾ ഇവിടെ യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്. അത് നാം യേശുവിനെ ചെയ്യുന്നത് പോലെയാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം സ്തോത്രം. അതിന് തൊട്ട് മുൻപിലുള്ള ഭാഗത്തിൽ അങ്ങനെ ചെയ്തവർ ആ സന്തോഷത്തിലേക്ക് ഹല്ലേലൂയ ആമേൻ പിതാവ് ഒരുക്കിയിരിക്കുന്ന ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് കർത്താവ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. 34-ാം വചനത്തിൽ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരിൽ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളും. പ്രിയ ദൈവമക്കളെ, വചനപ്രകാരം നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ നിത്യത എവിടെയായിരിക്കുന്നു ഒന്നുകൂടെ നമ്മുടെ ജീവിതം ക്രമീകരിപ്പാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതോടൊപ്പം ഈ ഭൂമിയിലെ നന്മകളും കർത്താവ് നമുക്ക് നൽകും. എന്നാൽ ഒന്നാമത് നമ്മുടെ പ്രത്യാശയും നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ലക്ഷ്യവും ആ നിത്യതയായിരിക്കട്ടെ. ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്ഡ് സൺഡേ. May God bless you all.